ഫാമിലി ക്ലിനിക്കിന്റെ പുതിയ ശാഖ ചെറായി ദേവസ്വം ജംഗ്ഷനിൽ വൈപ്പിൻ MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ശ്രീമതി രമണി അജയൻ പഞ്ചായത്ത് പ്രസിഡന്റ്, അഡ്വക്കേറ്റ് LC ജോ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ശ്രീമതി ദീപ്തി കൈജു വാർഡ് മെമ്പർ, ശ്രീ PK രാധാകൃഷ്ണൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ പങ്കെടുത്തു. ഡയറക്ടർമാരടക്കമുള്ള പ്രിയപ്പെട്ടവരെ, പള്ളിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു രാത്രി കാലങ്ങളിലും എല്ലാം അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക സാഹചര്യമില്ല. ചെറായിയെ സംബന്ധിച്ചില്ല. അത് മുനമ്പ് ആശുപത്രിയാണ് നമ്മുടെ അത് MLA നേതൃത്വത്തിൽ തന്നെ നല്ല വിപുലമായപ്പോൾ അത് ബ്ലോക്ക് തലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നിരുന്നാലും പെട്ടെന്നൊരു ഫസ്റ്റ് എയ്ഡ് എന്ന നിലയിൽ നമുക്ക് കൊടുക്കാനായിട്ട് ഈ ഒരു സാഹചര്യം ഇവിടെ ഒരുക്കി തന്നിട്ടുള്ള നമ്മുടെ ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ ഒരു ഫാമിലി ഹെൽത്ത് സെൻറ്റർ ശരിക്കും എല്ലാവർക്കും പ്രയോജനപ്പെട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ഹെൽത്ത് സെൻറ്ററിന് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ്. നമ്മുടെ പള്ളിപ്പുറം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അവർ ഫാമിലി ഗ്രൂപ്പ് എല്ലാവർക്കും ആദ്യമായിട്ടൊരു നന്ദി പറയുകയാണ്. കാരണം ഇങ്ങനൊരു അവർ ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു ക്ലിനിക്ക് ഇവിടെ തുടങ്ങുമ്പോൾ അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ഹോസ്പിറ്റൽ ഇവിടെയുള്ളൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മണി വരെ 6 മണി വരെയൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 9 മണി വരെ കിട്ടുമ്പോൾ അത് കുറച്ചും കൂടി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ വാർഡിലെ ജനങ്ങൾക്കാണെങ്കിലും പുറമേ നിന്നുള്ളവർക്കാണെങ്കിലും നമുക്ക് ഈ ഒരു ചുറ്റളവിൽ ഇത്രയും അടുത്തായിട്ടൊരു ക്ലിനിക്ക് കിട്ടുന്നത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവർ ഫാമിലി ക്ലിനിക് എന്ന നാമധേയത്തിൽ ആരംഭിക്കുന്ന ചെറായിൽ ആരംഭിക്കുന്ന ഹെൽത്ത് സെൻ്ററിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൻ്റെ ആരോഗ്യരംഗം വളരെ പുകൾപെറ്റതാണ്, ലോകപ്രശസ്തമാണ്. വിദ്യാഭ്യാസ രംഗത്തെന്ന പോലെ തന്നെ ആരോഗ്യരംഗത്തും ഒരു കേരള മോഡൽ എന്ന സംജ്ഞ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൊരു നാടാണ് നമ്മുടെ കേരളം. ജനങ്ങൾക്ക് നമുക്ക് രോഗങ്ങൾ വന്നാൽ അത് വളരെ പെട്ടെന്ന് തിരിച്ചറിയാനും രോഗങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും അതുപോലെ തന്നെ പല വിധത്തിലുള്ള പരിശോധനകൾ രോഗം ഐഡൻറ്റിഫൈ ചെയ്യാനും രോഗം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കാനും പ്രതിരോധിക്കാനും കഴിയുന്ന അന്തരീക്ഷമുണ്ടാകും. സർക്കാർ സംവിധാനങ്ങൾ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുണ്ട്, ഫാമിലി ഹെൽത്ത് സെൻ്ററുകളുണ്ട്, താലൂക്ക് ആശുപത്രികളുണ്ട്, ജില്ലാ ആശുപത്രികളുണ്ട്, നമ്മുടെ മെഡിക്കൽ കോളേജുകളുണ്ട്. അവിടെ എല്ലാം ആയിരക്കണക്കിന് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ആരോഗ്യ സേവനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. എന്നാലും സർക്കാർ സംവിധാനങ്ങൾ എത്ര പ്രയോജനപ്പെടുത്തിയാലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് രോഗശമനത്തിനും പരിഹാരത്തിനുമായി മറ്റ് സ്വകാര്യ മേഖലയെ കൂടി ആശ്രയിക്കേണ്ടി വരും. തീർച്ചയായും അത്തരം സൗകര്യങ്ങൾ വൈപ്പിൻ മണ്ഡലത്തിൽ വികസിക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ ഫാമിലി ഹെൽത്ത് കെയർ സെൻ്റർ ഇവിടെ ആരംഭിക്കുന്നത്. ഇതിനെല്ലാ വിധത്തിലുമുള്ള നന്മകളും ആശംസകളും നേരുവാണ്. നന്ദി. ഡോക്ടേഴ്സ് ചേർന്ന് തുടങ്ങിയൊരു സംരംഭമാണ് അവർ ഫാമിലി ക്ലിനിക്. ഇത് റൂറൽ ഏരിയാസും സെമി അർബൻ ഏരിയയിലും ഗ്രാമപ്രദേശങ്ങളും കോസ്റ്റൽ റീജിയനിലും ഇപ്പോൾ വൈപ്പിൽ ഞങ്ങളുടെ 2ാമത്തെ സംരംഭമാണ്. ബേസിക്കലി 90% രോഗങ്ങളും ഒരാൾ ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ വരുന്നത് 90% ഘട്ടങ്ങളിലും ചെറിയ ചെറിയ അസുഖങ്ങൾക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൽ ക്വാളിറ്റി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പല സ്ഥലത്തോട്ടും പോകാറുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു മോഡലിലാണ്, ഗവൺമെൻറ് സെറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു മോഡലിലാണ് ഞങ്ങളിങ്ങനെ ഒരു ഫാമിലി ക്ലിനിക് എന്നുള്ളൊരു മോഡലിൽ വന്നിരിക്കുന്നത്. പണ്ട് നിലനിന്ന് പോയ ഒരു ആശയമായിരുന്നു ഈ ഫാമിലി ഡോക്ടർ എന്നുള്ളൊരു കൺസെപ്റ്റ്. ആ ഒരു കൺസെപ്റ്റും കൂടെ, കുടുംബ ഡോക്ടർ എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ ഇവിടെ നമ്മൾ കൊണ്ടുവരികയാണ്. മരുന്നുകൾ മാത്രമല്ല, ട്രീറ്റ്മെൻറ്റ്, എമർജൻസി ആയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലോ ECG ഫെസിലിറ്റി, ലാബ് ടെസ്റ്റിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെയുള്ള ആൾക്കാരുടെ സമയത്തിനനുസരിച്ച്, അതായത് ചില ആൾക്കാർ ജോലി ചെയ്യുന്നവരായിരിക്കും, അവർക്ക് 5 മണിക്ക് ശേഷമായിരിക്കും അവർക്ക് ഫ്രീ ആവുന്നത്. ആ സമയത്ത് വേണമെങ്കിലും കൊണ്ട് കാണിക്കാനാണെങ്കിലും ഓപ്പണാണ്. അപ്പോൾ അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരിതാണ് വരുന്നത്. ചിലവ് വളരെ ഈ പറയുന്ന പോലെ നമ്മളൊരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ പോലത്തെ രീതിയിലുള്ള ചിലവ് അല്ല ഇവിടെ കൊടുക്കുന്നത്. വളരെ കൺസൾട്ടേഷൻ ഫീസ് ആണെങ്കിലും മരുന്നുകളുടെ വിലകളൊക്കെ ആണെങ്കിലും എല്ലാം നാട്ടുകാർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്.
അപ്പോൾ എല്ലാവർക്കും ഇത് ഗുണപ്രകാരമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. സ്റ്റാഫുകൾ എല്ലാവരും ട്രെയിൻഡാണ്. നമുക്കിതിൻ്റെ ബാക്ക് എൻഡിൽ കുറേ ആൾക്കാരുണ്ട് ഇവരെ ട്രെയിൻ ചെയ്യുന്നതും ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് ഗുണം ചെയ്യുന്ന വിശ്വാസത്തിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ